മൊബൈൽ ഫോൺസ് യൂസ് ചെയ്താൽ ഇറ്റ് ക്യാൻ കോസ് ക്യാൻസർ. ഒരിക്കലും ഇല്ല. ശരിക്കും അത് നമുക്ക് മൊബൈൽ ഫോൺ റേഡിയേഷൻ എന്നൊരു വാക്കുണ്ട്. അപ്പോൾ ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിരിക്കും, നമ്മൾ എക്സ്റേ എടുക്കുക അതുപോലത്തെ റേഡിയേഷൻസ് ഒക്കെയാണ്. ആ റേഡിയേഷൻ ഈ മൊബൈലിൽ നിന്നും വരും എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു സങ്കല്പം. അപ്പോൾ നമ്മുടെ പ്രകൃതിയിലെ എനർജി അത് സഞ്ചരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരറ്റം, അതിൻ്റെ ആ അറ്റമാണ് നമ്മുടെ എക്സ്റേ ഗാമാ റൈസ് എന്നൊക്കെ പറഞ്ഞ് ആ ടൈപ്പ് റേഡിയേഷൻസ് നമ്മുടെ ശരീരത്തിലടിച്ചാൽ നമ്മുടെ ആ കോശങ്ങളുടെ ജനറ്റിക് മെറ്റീരിയലിന് ഡാമേജ് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അത് എക്സ്റേ ഗാമാറേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സ്ട്രോങ് അതിൻ്റെ ആ വേവ്സിൻ്റെ ഇങ്ങേയറ്റം, അതിൻ്റെ അകത്ത് എക്സ്റേ ഗാമാറേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ഇൻഫ്രാറെഡ് വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റ്, അതും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഭാഗമാണ്. ഈ വിസിബിൾ ലൈറ്റിലും എനർജി കുറഞ്ഞ വേവ്സിലേക്ക് വരുമ്പോഴാണ് ഈ റേഡിയോ വേവ്സ്, അൾട്രാ വയലറ്റ് കഴിഞ്ഞിട്ട് റേഡിയോ വേവ്സ് വരും. ആ റേഡിയോ വേവ്സിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മൊബൈൽ ടവർ, മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുന്ന ടവർ, ബാക്കിയുള്ള എല്ലാത്തിനുമുള്ള ഈ എനർജികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ലോ എനർജി ആയിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ വേവ്സാണ് നമ്മൾ മൊബൈൽ ഫോണിൽ, മൊബൈൽ ടവറിലൊക്കെ ഉപയോഗിക്കും. അത് നമുക്ക് യാതൊരു രീതിയിലുള്ള അപകടം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അപകടം ഉണ്ടാക്കണമെങ്കിൽ അതിലും എനർജിയുള്ള ലൈറ്റാണ് നമ്മുടെ ദേഹത്ത് സ്ഥിരം അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിസിബിൾ ലൈറ്റ്. അപ്പോൾ സൂര്യപ്രകാശം, അതിലും താഴെയാണ് ഈ വേവ്സ് ഒക്കെ.